ജാസ്മിൻ വെയിറ്റ് ചെയ്തിരുന്നത് പോലെ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന പോലെ തന്നെ നമ്മുടെ ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് കാണുന്ന എല്ലാവരും ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. നാളത്തെ പ്രൊമോ അത്രയ്ക്ക് കിടിലനായിട്ട് വന്നിട്ടുണ്ട്. രാത്രിയാണ് ഗബ്രി ബിഗ് ബോസിലേക്ക് വരുന്നത്. വന്ന് നേരെ സുരേഷിന്റെ റൂമിൽ പോയി സുരേഷിനെ വിളിച്ചുണർത്തുന്നുണ്ട്. ജാസ്മിനെ വിളിച്ചുകൊണ്ട് പോവാ, ഞാൻ കിച്ചണിൽ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുരേഷ് പോയി ജാസ്മിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ജാസ്മിൻ കിച്ചണിലേക്ക് വരുമ്പോൾ ഗബ്രിയെ കണ്ട് കണ്ണ് പൊത്തി അവിടെ നിൽക്കുവാണ്. ഇതാണ് പ്രൊമോ. എന്താണേലും വളരെ കിടിലനായിട്ടുണ്ട്. വന്നിട്ടുള്ള റീ എൻട്രികളെ വെച്ച് നോക്കുമ്പോൾ ഗബ്രിയുടെ റീ എൻട്രി എന്ന് പറയുന്നത് ഒരു അട്ടാർ ഐറ്റം തന്നെയാണ്. നാളെ എല്ലാവരും ടി വിയുടെ മുമ്പിലായിരിക്കും. ഒരു പക്ഷേ ജാസ്മിൻ ഹേറ്റേഴ്സ് വരെ ടി വിയുടെ മുമ്പിലായിരിക്കും. കാരണം ഈ ഒരു കോംബോ കാണാൻ വേണ്ടിയിട്ട് കുറ്റം പറയാനാണെങ്കിലും നല്ലത് പറയാനാണെങ്കിലും ആൾക്കാരെല്ലാം വെയിറ്റിങ്ങിലായിരിക്കും. ജാസ്മിനും ഗബ്രിയും ആയിട്ടുള്ള കോംബോ തന്നെയാണ് ജാസ്മിന് പുറത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കിയിരിക്കുന്നത്. ജാസ്മിൻ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗബ്രീനെയാണ്. കഴിഞ്ഞ ദിവസം വാഴത്തോട്ടത്തിൽ പോയി വാഴയിലേക്ക് പറിച്ച് ഗബ്രിന്ന് പേരൊക്കെ എഴുതി സ്റ്റാറൊക്കെ ചെയ്ത് അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ജാസ്മിൻ ഗബ്രിയുടെ വരവിനായിട്ട് കാത്തിരിക്കുകയാണ്. ഓരോ റീ എൻട്രി വരുമ്പോഴൊക്കെ പ്രൊമോ കാണുമ്പോൾ പറയാം, അല്ല ഞാൻ വിചാരിച്ച ആളായിരിക്കണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജാസ്മിൻ ആ ആളുടെ അടുത്തിട്ട് ഓടിച്ചെല്ലാറ്. അങ്ങനെ ജാസ്മിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗബ്രിയുടെ ഒരു എൻട്രി. പക്ഷേ ഗബ്രി ഇപ്പോൾ വന്നിരിക്കുന്നത് ജാസ്മിൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഇനി മുന്നോട്ട് ഇവരുടെ കോംബോ എങ്ങനെയാണെന്ന് കാണാൻ. ഒരു പക്ഷേ ജാസ്മിൻ ഹേറ്റേഴ്സൊക്കെ അത് നോക്കിയിരിക്കുമായിരിക്കും എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജാസ്മിൻ എങ്ങനെയായിരിക്കും ഇനി ഗബ്രിയുമായിട്ടുള്ള ജാസ്മിൻ്റെ എക്സ്പ്രഷന്, ജാസ്മിൻ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവർക്കും തിടുക്കം. ഗബ്രി പുറത്തായതിനു ശേഷവും ജാസ്മിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാത്രമാണ് ഗബ്രി ആൻസർ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോഴും ജാസ്മിൻ ജയിക്കണം, വിന്നർ ആകണം എന്ന് തന്നെയാണ് ഗബ്രിയുടെ ആഗ്രഹം എന്നാണ് ഗബ്രി എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ചില മീഡിയക്കാരൊക്കെ വാഴ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴും അതിലും വളരെ ചിരിച്ചുകൊണ്ട് അതിനെന്താ വാഴ നല്ലതാണല്ലോ എന്നുള്ള രീതിയിലാണ് ഗബ്രി മറുപടി പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഈ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ പലരും കാത്തിരുന്നത്. ഇപ്പോൾ ജാസ്മിനെ ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും എല്ലാവരും ഈ ഒരു എൻട്രിക്ക് വേണ്ടി തന്നെയാണ് കാത്തിരുന്നത്. കഴിഞ്ഞ ദിവസം ജാസ്മിൻ യമുനയോട് മനസ്സ് തുറക്കുന്നുണ്ടായിരുന്നു. ഗബ്രി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അർജുനും ശ്രീതു സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ ഇടയിലേക്ക് പോകുമ്പം അവർക്ക് ഞാൻ എന്തോ തടസ്സമാകുന്ന പോലെ അവർ എഴുന്നേറ്റ് പോകുക, അതൊക്കെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഗബ്രി ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് ഒരാളുണ്ടെന്നുള്ള തോന്നലായിരുന്നു. എനിക്ക് ഗബ്രീനെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ യമുന ചോദിക്കുന്നുണ്ട്, നിനക്കപ്പോൾ അവനെ ഇഷ്ടമായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് അവന് ഇഷ്ടമായിരുന്നു, പക്ഷേ 2 കാസ്റ്റായി പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ജാസ്മിൻ കല്യാണം കഴിച്ചാൽ കൊള്ളാം, കഴിച്ചില്ലെങ്കിൽ കൊള്ളാം എന്നുള്ള രീതിയിലുള്ള ഒരു വർത്തമാനമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ്റെ നിലപാട് എന്താണ്, ഗബ്രിയുടെ നിലപാട് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാം. ഗബ്രി എന്താണ് ഇനി ജാസ്മിനോട് പറയാൻ പോകുന്നത്, ജാസ്മിൻ ഇനി എന്താണ് ഗബ്രിനോട് പറയാൻ പോകുന്നത്, ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണോ, ലവ് ആണോ, ഇവർ തമ്മിൽ കല്യാണം കഴിക്കും, ഇങ്ങനെയുള്ള എല്ലാ ഡൗട്ടും എല്ലാ പ്രേക്ഷകരുടെ ഇടയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് മാറുന്നു നമുക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു നല്ലൊരു എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം ഗബ്രികളുടെ ആരാധകർക്കും ജാസ്മിൻ്റെ ആരാധകർക്കും എല്ലാവർക്കും നല്ലൊരു എപ്പിസോഡാകട്ടെ.